വേദു ഞാൻ പല സ്ഥലത്തും എത്തും. എനിക്ക് പണ്ടേ മരം കയറി ശീലമാണല്ലോ. Hi guys, good morning. Welcome to our new vlog. Welcome to Vietnam. So, വിയറ്റ്നാം തന്നെ ഇത്തവണ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഐ തിങ്ക് സോ ഇതായിരിക്കും 2026 ഏറ്റവും ട്രെൻഡിങ് ഡെസ്റ്റിനേഷൻ. ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരിക്കും. ഇറ്റ്സ് അഫോർഡബിൾ, ഇറ്റ് ഈസ് അമേസിങ്, സോ മെനി തിങ്സ് ടു എക്സ്പ്ലോർ. ഞങ്ങൾ വിയറ്റ്നാം വന്നിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ നിങ്ങൾ അത് വിചാരിച്ച് ഈ വ്ളോഗ്സ് സീരീസ് കാണാതിരിക്കരുത്. ബിക്കോസ് കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസും പക്ഷേ നിങ്ങൾക്ക് വാവെന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിലുമാണ് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലാണ് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തത്. ജസ്റ്റ് 1.5 days നമ്മളിവിടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ വ്ളോഗ് തുടങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഇത് ആക്ച്വലി വേൾഡിലെ തന്നെ ട്രെൻഡിങ് കഫേസിൽ ലിസ്റ്റിൽ വന്ന ഒരു കഫേയാണ്. ഒയാസിസ് കഫേ എന്നാണ് പേര്. ഇവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ വിയറ്റ്നാമീസ് വ്ളോഗ് തുടങ്ങാം. എന്തായി, വെൽക്കം ടു വിയറ്റ്നാം. ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വന്നതായിരിക്കില്ല. യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് വിയറ്റ്നാം. എന്ത് നമുക്ക് ഒരു ഇതിന് വേണ്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ഹനോയ് നമ്മൾ പ്രോപ്പറായി ചെയ്തു. ഈ ഭാഗം ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് തന്നെ ഭയങ്കര തിരക്കാണ്, എല്ലാം റിസർവ്ഡ് ആണ്. ഇവിടെ കോയ് ഫിഷസ് ഉണ്ട്. ഈ കോയ് ഫിഷസിന് നടുക്ക് ഇതുപോലെ പോഡ്സ് ഉണ്ട്. ഈ പോഡ്സിലിരുന്നാണ് നമുക്ക് കഴിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് തന്നെ എൻജോയ് ചെയ്യണം. മേളിൽ കഴിക്കാം, പക്ഷെ അവിടെയല്ല സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിലത്തെ ഏരിയ തന്നെയാണ്. ഞാനും കണ്ടിട്ടുണ്ട്. അതേ എല്ലാ കഫേസ് വിയറ്റ്നാമിന്റെ കഫേ കൾച്ചർ ഉണ്ടല്ലോ. ബാങ്കോക്കും ഇല്ല, ചൈനയും ഇല്ല, ജപ്പാനും ഇല്ല. കഫേയുടെ ഭംഗിയുള്ളു. 2 ദിവസം 1.5 ദിവസം ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു 2026 മസ്റ്റ് വിസിറ്റ് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അത് വിയറ്റ്നാം. ഈ സീരീസ് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അത്. ഇതിൽ കൂടെ നടന്ന് എങ്ങാനും താഴെ വീണുണ്ടല്ലോ, തീർന്ന് നല്ല ചമ്മലായിരിക്കും. അതെ, ആരൊക്കെ പ്രിയനെ പിടിക്കുന്നുണ്ട് കേട്ടാ, അല്ലെങ്കിലേ പ്രിയക്ക് ബാലൻസ് ഇല്ല. ആകെ കൂടി ഇങ്ങനത്തെ സ്റ്റെപ്സ് ഉണ്ട്. ഒരാള് നടന്നു കഴിഞ്ഞിട്ട് വരുമ്പത്തേക്കും ബാക്കിന്നോ ഫ്രണ്ടിന്ന് ഒരാൾ വന്ന ആദ്യം വരെ പോണം, റിവേഴ്സ് എടുത്ത് പോണം. ബിക്കോസ് 2 സ്റ്റെപ്പ് ഇല്ല, നോക്ക്, ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഭയങ്കര ടൈറ്റാ. പാതി വരെ എത്തുമ്പോ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ ഒരാൾ ബാക്കിലോട്ട്, പിന്നെ ആള് പോയിട്ട് പിന്നെ വരുമ്പോ അടുത്ത ആള് വരും. എനിക്ക് നമ്മൾ ഒരു കണ്ടിന്യൂസ് സീരീസ് വ്ളോഗ് ഇതുപോലെ തുടങ്ങിയിട്ടില്ല കേട്ടാ. ഇതെല്ലാരും വെള്ളത്തിൽ വീഴുമെന്നുള്ള പേടിയുണ്ട്, ഫോൺ വീഴാതിരുന്ന സൂക്ഷിച്ചു. നമുക്ക് നല്ല കിടില സ്ഥലം തന്നെ കിട്ടിയാട്ടാ. വേദു പൊയ്ക്കോ, ടാസ്ക് ആണ്. ഇതാണ് സ്ക്വിഡ് ഗെയിം ആണ്. അവിടെ വരെ പോയിട്ട് വാ, ഫിഷ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അവൻ വീടും കേട്ടാ, പ്രിയ ഉന്തി വിട്ട്. മേളിലത്തെ ഏരിയ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ ടൈം അവർ ഇവിടുന്ന് മിസ്റ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്ത് രസവും നോക്ക്. യു ക്യാൻ ജസ്റ്റ് കം ടു വിയറ്റ്നാം ടു ഹാവ് അമേസിംഗ് കഫേ കൾച്ചർ ആൻഡ് ഫുഡ് ആറ്റ് ഇൻക്രെഡിബിളി അഫോർഡബിൾ റേറ്റ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇതുപോലെ ചില്ല് ചെയ്യാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല. എന്ത് പ്രിയ, ഹലോ ഹായ് വേദു. ഞാൻ പല സ്ഥലത്തും എത്തും. എനിക്ക് പണ്ടേ മരം കയറി ശീലമാണല്ലോ. ഇവൻ ജന്മം ചെയ്താൽ ഇരിക്കുന്നില്ല, ഫിഷ് കടിക്കുന്നു. അയ്യേ, ഈ ഫിഷിനെ നമുക്ക് പെറ്റി അറിയോ? ഇത് വീട്ടിൽ വളർത്തുന്ന ഫിഷാ, അറിയോ? ഇപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് വരും, ആ ഫ്രൂട്ട്സ് ഒക്കെ ഫിഷിന് കൊടുക്കണം വേദു. അപ്പൊ ചിയേഴ്സ് ടു വിയറ്റ്നാം. വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞുണ്ടല്ലോ, നമ്മള് മിനിമം ഒരു ദിവസം 4 കോഫി കുടിക്കണം. വിയറ്റ്നാം കോഫി വേറെ ലെവലല്ലേ അല്ലേ?
എഗ് കോഫി കുടിക്കാനുണ്ട്, വിയറ്റ്നാമീസ് കോഫി കുടിക്കാനുണ്ട്, പിന്നെ എന്താ ഡിങ്കോൾഫി കോഫിയാ, ഡൽഗോണ കോഫി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. എല്ലാ കോഫീസും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഇരുന്നാൽ നമുക്ക് എഴുതേക്കാൻ തോന്നില്ല, നോക്കിക്കൊണ്ടിരിക്കും. എന്ത് ബ്യൂട്ടിഫുള്ളാ. ഫസ്റ്റ് നിങ്ങൾ വിയറ്റ്നാമിൽ വന്നാൽ ഇങ്ങോട്ട് വന്നോ. ഫുഡ് വലിയ ഗുണമില്ലാന്ന് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടാ, പക്ഷെ ആംബിയൻസ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്. ഇപ്പൊ ഞാൻ ഫുഡിന്റെ എല്ലാത്തിനും റേറ്റ് പറഞ്ഞു പോവാം. ഞാൻ വിചാരിച്ചതിനെയും കാട്ടി ലുക്കാണ് കേട്ടോ ഫുഡിന്. ഇത് സ്പെഗറ്റി ബൊളോണീസ് ആണ്. ഇവിടെ വിയറ്റ്നാമീസ് ഫുഡ് അധികമില്ല, സ്പ്രിംഗ് റോൾ മാത്രമേ ഉള്ളൂ. ദിസ് ലുക്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 400 രൂപയാണ് വരുന്നത്. ആക്ച്വലി ദ പാസ്ത ഇസ് റിയലി ഗുഡ് കേട്ടോ. പാസ്റ്റയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഓവർ കുക്ക്ഡ് ഒന്നും അല്ലാത്ത. എനിക്കൊന്ന് മറ്റേ സാധാരണ ഈ പ്രീ കുക്ക്ഡ് സോസ് അല്ല, നല്ല ബീഫ്, മിൻസ് ബീഫും ഫ്രഷ് ഹോം മെയ്ഡ് ടൊമാറ്റോ പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു പാസ്റ്റയാണ്. അടിപൊളി. അതുപോലെ തന്നെ കോഫി ഭയങ്കര സ്ട്രോങ്ങും ആണ്, കണ്ടൻസ് മിൽക്കിന്റെ ഫ്ലേവറും ഉണ്ട്. അമേസിങ്. കുറേ ഫുഡ് വന്നിട്ടുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് വന്നിട്ടുണ്ട്, അതിലൂടെ ഒരു സോസേജും ഉണ്ട്, ലുക്സ് നൈസ്, ആൻഡ് സം നൈസ് ക്രിസ്പി ഫ്രൈസ്. അതല്ലാതെ നല്ല കിടിലൻ സ്പ്രിംഗ് റോൾസ് വിത്ത് പപ്പടം ആൻഡ് ഡ്രൈ മാംഗോ. കൊള്ളാലോ, വെറും ഡ്രൈ മാംഗോ കണ്ടാ. കണ്ടാ 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 ഫൈറ്റ് കായ്. ഇവിടെ ഇരുന്ന് നമുക്ക് ഇടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇതുങ്ങൾക്കും കൊടുക്കാം. വലുത് വന്നു, ഗുണ്ട വന്നു, ജെഫ്രിൻ വന്ന് ഫുഡ് എടുത്തോണ്ട് വേട്ടാ. ഇവിടെ സ്പ്രിംഗ് റോൾ നോക്കട്ടെ കേട്ടോ, നല്ല ക്രിസ്പിയാണ്. എനിക്ക് ആക്ച്വലി ഇവിടെ റൈസ് റാപ്ഡ് ഉണ്ട്, ഫ്രൈഡ് അല്ലാത്ത, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്രിസ്പി പ്രോൺ ആണ്. എനിക്ക് ഒരു ഫുൾ പ്രോൺ ഒരു സ്പ്രിംഗ് റോളിൻ്റെ അകത്തുണ്ട്. സോസ്, ഓ വാവ്, ഇറ്റ്സ് സോ ക്രിസ്പി. പക്ഷേ കുറച്ച് ക്യാരറ്റ്സ് മാത്രമേ ഉള്ളൂ. നോട്ട് ബാഡ് അറ്റ് ഓൾ, ബട്ട് വിയറ്റ്നാമീസ് സ്റ്റാൻഡേർഡ് വെച്ച് കുറേ കൂടെ ബെറ്റർ ആക്കാം, ബട്ട് നോട്ട് ബാഡ് അറ്റ് ഓൾ. ഇല്ല ഇട്ടോ എന്തോന്നാ ഇത്. വേദു അപ്പയും കൂടെയാണ് ഷാർക്കിനൂടെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടാണ് ഈ ഗോൾഡ് ഫിഷിന്റെ വേദുവിന് പേടി. ഒരു മുട്ട സാധനം വന്നിട്ടുണ്ട്, അത് ഇവിടെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. നോട്ട് ഓവർലി സോൾട്ടി, ഇറ്റ് ഇസ് റിയലി യം. അതിന് അതിൻ്റെ കൂടെ ഈ സോസിലും കൂടെ മുക്കി ഒന്ന് കഴിച്ചോണ്ടല്ലോ. ബട്ട് വാട്ട് ആൻ ആംബിയൻസ് അല്ലേ, വാട്ട് ആൻ ആംബിയൻസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ വരും, ഞാൻ ഓവർ ഹൈപ്ഡ് ആയിരിക്കും, പക്ഷെ ഓവർ ഹൈപ്ഡ് അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സംതിങ് ട്രൂലി സ്പെഷ്യൽ. ആൻഡ് ഹോപ്പ്ഫുള്ളി അവർ എൻറ്റയർ സീരീസ് വിൽ ഫീൽ ദ സ്പെഷ്യൽ. അതെ, ഞാൻ ആദ്യമായിട്ട് ഫിഷ് ആൻഡ് ചിപ്സിനൂടെ സോസേജ് കാണുന്നത്. പോർക്ക് സോസേജ് ആണ്. ഇറ്റ് ഇസ് സോ ഹെവി, ഇറ്റ് ഇസ് സോ ഓയിലി, ബട്ട് ഇറ്റ് ഇസ് സോ ഡെലിഷ്യസ്. ഇത് നല്ല ക്രിസ്പി സ്കിന്നാണ്, അതിനകത്ത് നല്ല സോഫ്റ്റ്, ഫുള്ളി ഒരു അണിയൻ ഇൻഫ്യൂസ്ഡ് പോർക്ക് മീറ്റ് പോലെ. ലുക്സ് സോ ഡെലിഷ്യസ്, സോ ഡെലിഷ്യസ്. എല്ലാത്തിനും പൈസ പറഞ്ഞാൽ പോകുന്നത് കേട്ടല്ലോ. അപ്പൊ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഞാൻ എന്തുകൊണ്ട് വിയറ്റ്നാം ആണ് മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കാം. അതെ, ഇപ്പൊ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എത്രയാണെന്നറിയോ, 2 വിയറ്റ്നാമീസ് കോഫി, ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഹ്യൂജ് വിത്ത് സോസേജ്, ഒരു ഫുൾ സ്പ്രിംഗ് റോള്, ഒരു സ്പെഗറ്റി ബൊളോണീസ്. എത്രയാ? INR 1200. ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് കഫേയില് ഒന്ന് ആലോചിച്ച് നോക്കുക. വെരി ടൂറിസ്റ്റ് കഫേ. 4 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1200-1300 അടുത്ത്. അതാണ് വിയറ്റ്നാം, മനസ്സിലായോ? ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലക്ഷറി എൻജോയ് ചെയ്യാം ഫോർ എക്സ്ട്രീംലി അഫോർഡബിൾ പ്രൈസ്. ബാങ്കോക്ക് പറ്റില്ല, അതാ പറഞ്ഞ. അപ്പൊ സാധാരണ പിന്നെ അടിപൊളിയല്ലേ. വാ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇന്ന് നമ്മൾ വിയറ്റ്നാമിന്റെ വൈബ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നത് ഒരു പാലസ് ആണ്. ഞാൻ പണ്ട് എൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ എൻട്രി ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. എൻ്റെ അകമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇറ്റ്സ് ലൈക്ക് എ മ്യൂസിയം, ഒരു മ്യൂസിയം പോലെയാണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട്. സോ വളരെ ചീപ്പായിട്ടുള്ള എൻട്രൻസ് ആണ്. ആൻഡ് ഹെറിറ്റേജും അങ്ങനത്തെ മ്യൂസിയം ഇഷ്ടമാണെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഗൈസ്. ആൻഡ് ദെൻ ഇത് എനിക്കൊരു മസ്റ്റ് ഇടുവാണ്. 400-450 രൂപ 1 മണിക്കൂർ നമുക്ക് ഓപ്പൺ ബസ്സിൽ കാണാം. ഇന്ന് ഭാഗ്യത്തിന് മഴയും ഇല്ല,
മഴ പെയ്യാതിരിക്കട്ടെ, വെയിലും ഇല്ല. ഒരു നൈറ്റ് ടൂർ ആണ് ഇത്. 450 രൂപ പെർ ഹെഡ് ആണ്. ഒരു അടിപൊളി വൈബായിരിക്കും. ഇത് കാണുമ്പോ അയ്യോ എനിക്കും വരായിരുന്നു എന്ന് തോന്നുന്ന ആരായിരിക്കും? അല്ല അല്ല, മേരിയാനൊന്നും അല്ല. നടക്കാതെ സുഖമായിട്ട് കാണാൻ പറ്റുന്ന ആർക്കാ? അതെ, അത് ഫുൾ സൈറ്റ് സീയിങ് നമുക്ക് കാണാമല്ലോ. ഹോച്ചിമിനിലുള്ള എല്ലാം കാണാം. അന്ന് നമ്മളിവിടെ വന്നില്ലല്ലോ, ഹോച്ചിമിനി വന്നില്ല. ഫസ്റ്റ് ടൈം കോവിഡ് വന്നപ്പോ ഹനോയ പോയെ. ഇത് നമുക്ക് എന്താ അറിയോ, ഹോച്ചിമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ബിൽഡിങ്സും ലാൻഡ്മാർക്സും. അപ്പൊ ബിൽഡിങ്സും ലാൻഡ്മാർക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബസ് റൈഡിൽ 1 മണിക്കൂറിൽ ഫുൾ ഹോച്ചിമിൻ കറങ്ങാം. ശരിക്കും നമ്മുടെ ഹോട്ടലിലെ ലൊക്കേഷൻ ആലോചിച്ച് നോക്ക്. മാർക്കറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ്, ബസ് ടൂർ എല്ലാം നടക്കാവുന്ന ദൂരം അല്ല. ഇവിടെ താമസിച്ചാൽ വേറെ എവിടെയും പോകണ്ട. ഒരു 2-3 ദിവസമാണെങ്കിൽ ഈ ഏരിയ താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഹോട്ടൽ അടിപൊളിയാ, ഒന്നും പറയില്ല. എല്ലാത്തിനും. കഫേ അപ്പാർട്ട്മെന്റ് ഇതേ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണാം. ഇതാണ് കഫേ അപ്പാർട്ട്മെന്റ്, കണ്ട. അതിനപ്പുറമാണ്, ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. സോ ടൂർ തുടങ്ങുവാണ്. നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെ വെച്ചാണ്. ഇവരുടെ കഫേ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ്. സോ ഫസ്റ്റ് സൈറ്റ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഹോച്ചിമിൻ കാണിച്ചാൽ ഈ വ്ളോഗ് കണ്ടാൽ മതി നിങ്ങൾ. സോ ഹിയർ വി ഗോ. വെൽക്കം ടു വിയറ്റ്നാം. വെൽക്കം ടു വിയറ്റ്നാം. ആദ്യമേ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്സ്. നിങ്ങൾക്ക് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഈ ഐഫോണിൻ്റെ വൈഡിലിട്ടാലും നൈറ്റ് ക്യാമറ നല്ല ഭംഗിയാണ്. നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. എപ്പോഴും ഇവൻറ്റ്സ് ആണ്. എവിടെയെങ്കിലുമൊക്കെ സാമ്പിളും കിട്ടും നിങ്ങൾ പോയാൽ. എന്തൊരു വൈബിങ് സിറ്റി ഇത്. അയ്യോ, ഈ ബിൽഡിംഗ് കണ്ട എന്തുപോലെ ഉണ്ട് വേദു അറിയോ? ഈ ബിൽഡിംഗ് ടോള് എന്താ? അല്ല, ഐഫിൾ ടവർ വേദു, അവഞ്ചേഴ്സിന്റെ ബിൽഡിംഗ്. അത് ടോണി സ്റ്റാർക്കിന്റെ അവഞ്ചേഴ്സിന്റെ ബിൽഡിംഗ്, അയൺമാന്റെ വില്ല. ഇതാണ് ഞങ്ങളുടെ ഹോട്ടല്. തൊട്ടതേ ഈ സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെയാ. എന്തോ വലിയ ഇവന്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ VIP യുടെ സീറ്റ്സ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിരിക്കുക ഉണ്ടല്ലോ. എനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വിയറ്റ്നാമിലെ ഏറ്റവും ഹയസ്റ്റ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ കണ്ടിരിക്കുന്നത്. എന്റെ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ വിയറ്റ്നാം. ആവേശം കാണിച്ചില്ല മുകളിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇവർ സേഫ്റ്റി ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല. നമ്മൾ വയറിൽ കുടുങ്ങി കിടക്കും. കിളികള് വവ്വാലൊക്കെ കുടുങ്ങി കിടക്കുന്ന പോലെ. തലയല്ല, ബസ് പോവും, നമ്മൾ അതിൽ തൂങ്ങി കിടക്കും. റിവർ അതാ എന്തൊരു വൈബ് അല്ലേ. ഭയങ്കര വൈബുള്ള സിറ്റി കേട്ടാ. എല്ലാം ഡെക്കറേറ്റഡ് ആ. നോക്കിത് സോ ബ്യൂട്ടിഫുൾ നോ അല്ലേ. എല്ലാ ബാൽക്കണിയും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഏതോ ഹോട്ടലാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് തലയിലൊക്കെ തുടങ്ങട്ടെ ഓരോന്ന്. ഇത് സോ മച്ച് ഫൺ ഗൈസ്. മസ്റ്റ് ഡു ആണ് വിയറ്റ്നാമില്. നമുക്ക് കുറേ സ്ഥലം. ഹോട്ടൽ മെജസ്റ്റിക് ആണിത്. എന്ത് രസമാ. പറ്റുമെങ്കിൽ ഈ വ്ളോഗ് TV കാണണേ. ഇവിടെ കഫേസി വരാൻ തന്നെ എന്തോരം സ്ഥലങ്ങള്. ഇതും നല്ല രസമുണ്ടല്ലോ. ഒരു ദിവസം ഇന്നും കൂടെ ഉള്ളൂ. ഇന്ന് മറ്റേ ടെഡി ബെയറിൽ പോണോ അതോ ഇവിടെ റിവർ സൈഡിൽ വരണോ? പറ എവിടെ പോണോ ഇപ്പൊ പറ. സ്റ്റാർബക്സും ഉണ്ട് അവിടെ. ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റാർബക്സിന്റെ ഒന്നല്ല, ഈ സ്ഥലത്തിന്റെ ഭംഗിയാണ്. അതൊക്കെ പറയാ. ലൈറ്റ് വർക്ക്സ് ഒക്കെ വരുന്നു. ഇവര് വേറെ ലെവലാണല്ലോ വിയറ്റ്നാംകാര്. സംഭവമായിട്ടുണ്ട് കേട്ടാ. എന്റെ സൈഡിൽ Le Méridien ആണ് ഹോട്ടല്. എല്ലാ ചെയിൻസും ഉണ്ട് ഇവിടെ. മെറിഡിയൻ ഉണ്ട്, നമ്മുടെ സോഫിറ്റലൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറ എല്ലാവരും പൊക്കി വെക്കുന്ന പോലെ നിങ്ങളും വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല ബ്രീസും സച്ച് വൈബ് നോ. എത്ര അവിടെ ഈ വൈബ് എന്ന് പറയുന്നത്. എന്തേ ഫസ്റ്റ് ഡേ വിയറ്റ്നാമിന്റെ ഇംപ്രഷൻ? വലിയ താല്പര്യമില്ല. എന്താ വിയറ്റ്നാമിൽ ഇത്രയും ചെയ്യാനുള്ളതെന്നൊക്കെ അല്ലേ. ഓരോ ദിവസം കഴിയുമ്പോ പറയും വോട്ട് ഡേ. ഇവിടെ 2 ദിവസം ഉള്ളൂ. ആ ബിൽഡിംഗിന്റെ ലൈറ്റ്സ് കൊള്ളില്ലേ പ്രിയ? എന്ത് രസമാണ് നോക്ക് അല്ലേ. ഫീൽസ് ലൈക്ക് സച്ച് എ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി നോ. ഏകദേശം അതുപോലെ ഉണ്ട്. ആ ബണ്ടിന്റെ ഒക്കെ ഏരിയ പോലെ. ഓ ദേ ഹോച്ചിമിന്റെ സ്റ്റാറും വന്നു.
ആ പിങ്ക്. ഓ വേദു തന്നെ ഷോക്കില്. എന്താ വേദു, വിയറ്റ്നാം അടിപൊളിയല്ലേ? അത് വിയറ്റ്നാം ഫ്ലാഗാ. ആണോ? ഇതൊക്കെ ഇവിടെ ക്രിസ്മസ് വൈൻ. സൂപ്പർ. അവള് നോക്ക, അവനെ കൂടെ പഠിപ്പിക്കുക. അമ്മയും വേദു കൂളാ. പിന്നെ ഇതിപ്പോൾ ആക്ച്വലി സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തി. ഇവിടെ ഉള്ളതാണ് മെയിൻ ആയിട്ടുള്ള സൈറ്റ് സീയിങ് എന്നുള്ള സ്ഥലങ്ങളൊക്കെ. സോ പാലസ്, പോസ്റ്റ് ഓഫീസ്, കത്തീഡ്രൽസ് എല്ലാം ഈ ഒരു ഏരിയയിലാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ആൻഡ് ഇത് സോഫിറ്റലാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ താമസിക്കാൻ നിന്നത്. പക്ഷേ പിന്നെ 2 ദിവസത്തേക്ക് ഇത്ര എക്സ്പെൻസീവ് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫുൾ ടൈം കറക്കും. സൂഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മള് കഴിച്ചില്ല ഇവിടെ വന്നിട്ടോ. അത് സമയമുണ്ടല്ലോ. ഇവിടെ നോക്കുമ്പോഴാ ഭയങ്കര എന്തോ ഫെസ്റ്റിവലാന്ന് തോന്നുന്നു. It's a mall, I guess. ഇത് ലോട്ടെ മോളാ. ഇത് കൊറിയൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാ. അതാ ലോട്ടെ വേൾഡ് പോയില്ലേ? ഭയങ്കര തിരക്ക്. ഈ പള്ളിയുടെ പണി ഒരിക്കലും കഴിയാത്തതാണ്. ഞാൻ ഒരു 3 വർഷം മുമ്പ് വന്നപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ്. ഇത് കത്തീഡ്രൽ ഓഫ് നോത്രഡാം ആണ്. വെരി ഫേമസ്, വെരി യൂറോപ്യൻ, ഒരു ഗോത്തിക് സ്റ്റൈൽ കത്തീഡ്രൽ. പക്ഷെ ഒരിക്കലും പണി കഴിയില്ല. പണി നടക്കുക. HSBC ഇവിടെ ഉണ്ടോന്ന്. ഞാൻ HSBC കസ്റ്റമറാണ്. നമുക്ക് എവിടെ പോയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്റർനാഷണൽ ബാങ്ക് ഇത്ര എളുപ്പമാക്കുന്നുണ്ടല്ലോ, വേറെ ഒരു ബാങ്കും ഇല്ലല്ലോ. ഒറ്റ ബാങ്കിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് മിഡ് ആഫ്റ്റർനൂൺ ടൂർ ഉണ്ട്. 12 മണിക്ക് ഉച്ചയ്ക്ക് ഈ ബസ്സിൽ. രാവിലെ വേണമെങ്കിൽ ഒന്നും കൂടെ കാണാം. വേണ്ട, നല്ല രസമായിരിക്കില്ലേ ഉച്ചയ്ക്ക് വന്നിരിക്കാൻ? ഒരു കൂട്ടിന് സൺബാത്തിങ് ചെയ്യാം. അയ്യോ വേണ്ട. ജപ്പാൻ പോലെയാണ്. 4 ഫ്ലോറുണ്ട്. നമ്മുടെ മെയിൻ തുടങ്ങിയ സ്ഥലത്തിന് എത്താറായ അടിപൊളിയായിരുന്നു. ഫുൾ കണ്ടു. മോഡേൺ സൈഡും കണ്ടു, പഴയ സൈഡും കണ്ടു. അടിപൊളിയല്ലേ? ഈ ഏരിയ ഫുൾ ബ്രാൻഡ്സ് ആണല്ലോ അല്ലേ? നമുക്ക് നേരെ ഡ്രസ് മാറിയ കഫേ അപ്പാർട്ട്മെന്റിലും കൂടെ ഒന്ന് പോയി ഡേ അവസാനിപ്പിക്കാം. സൂപ്പറാവും. നേരത്തെ കാണിച്ചല്ലായിരുന്നു. ഇവിടെ ഇപ്പോഴും കോൺസേർട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ക്രിസ്മസിനും കോൺസേർട്ട് നടക്കുന്നുണ്ട്. സോ നൈസ്. ശരിക്കും ഒരു പ്രോപ്പർ യൂറോപ്യൻ ഡേയില് കോൺസേർട്ടൊക്കെ ആസ്വദിക്കണമെങ്കിൽ 20-ാം തീയതി 21-ാം തീയതി ഒക്കെ ഇവിടെ കോൺസേർട്ട് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ അടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇനി നേരെ നമുക്ക് നമ്മുടെ കോഫി അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോവാം. അടിപൊളിയായിരുന്നില്ലേ? മസ്റ്റ് അല്ലേ വിയറ്റ്നാമില്? മസ്റ്റ് ആയിട്ട് ആദ്യം വിയറ്റ്നാമിൽ വരണം അല്ലേ? ഫൈനലി വിയറ്റ്നാമിന്റെ വൈബ് കാണിക്കണ്ടേ? ഇതിനെ കാട്ടി വൈബ് എന്താ ഇത്? രാത്രി ഉത്സവോ? ഭയങ്കര മേളം. അങ്ങോട്ടൊന്ന് പോവാം. ഞാനേ ഞങ്ങളുടെ ഹോട്ടൽ കാണിച്ചു തരാം. റൂം ടൂർ ലാസ്റ്റ് കാണിക്കാം. സൈഗോൺ പ്രിൻസ് ഹോട്ടൽ. എനിക്കിവിടെ താമസിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്തവണ സാധിച്ചു. ഇത് അടിപൊളി. പക്ഷെ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയോ? നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് കഫേ അപ്പാർട്ട്മെന്റ്. ഇതിനെ കാട്ടി പ്രൈം ലൊക്കേഷൻ ഹോച്ചിമിനിൽ വേറെ ഇല്ല. റെസ്റ്റോറന്റ് നോക്ക്. ഫുട്ബോൾ മാച്ച്. ഭയങ്കര വൈബ്. അതേ പറഞ്ഞ വേറെ ലെവലല്ലേ? സ്ട്രീറ്റില് ക്രിസ്മസ് ടൈം സ്ക്വയറിന്റെ ഒരു വേർഷൻ പോലെയുണ്ട്. കംപ്ലീറ്റ് ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ്. നമ്മളിറങ്ങി വിയറ്റ്നാമിലൊക്കെ എന്ത് ക്രിസ്മസ്. ലുക്ക് അറ്റ് ദ ലൈഫ്. രാത്രി ഏകദേശം 8-9 മണിയായ എന്നിട്ടും പാക്ഡ് ആണ്. എവ്രിവെയർ ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ലൈറ്റ്സ് ആൻഡ് ഒരു യൂറോപ്പിനൊക്കെ ക്രിസ്മസ് ഫീൽ ഇവിടെ. അതിനെക്കാട്ടി 10 ഇരട്ടി ലൈഫ്ലിയാണ്. വിയറ്റ്നാമിലെ ഹോച്ചിമിനിൽ വരുവാണെങ്കിൽ ഡിസ്ട്രിക്ട് 1 തന്നെ താമസിക്കുക. കാരണം ട്രാഫിക് ഇസ് ഹൊറബിൾ. ഇവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3 to 4 നൈറ്റ്സ് എങ്കിലും വേണേ, എന്നാലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നോക്കി എന്ത് രസമാണ്. എപ്പോഴും എന്തെങ്കിലും ഇവൻറ്റ്സും ഫങ്ഷൻസും ഇവിടെ കാണുവേ. എനിക്കൊന്ന് ഇവിടെയൊക്കെ എന്തോ എക്സിബിഷനുള്ള സെറ്റപ്പാണ്.
എനിക്ക് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഈ സ്റ്റോൾസിൻ്റെ പണി തുടങ്ങുന്നുള്ളായിരുന്നു. കുറച്ച് സ്റ്റോൾസ് സെറ്റായിട്ടുണ്ട്. അവിടെ കുറച്ച് ജെല്ലി ബേസ്ഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നടക്കാൻ നല്ല സുഖമാണ്, നല്ല സ്ട്രീറ്റാണ്, വലിയ ചൂടില്ല. എല്ലാം ഉണ്ട് ഇവിടെ. മെക്ഡോണൾഡ്സ് തൊട്ട് കുറേ കഫേസ് ഉണ്ട്. എവറിത്തിങ് ഇസ് അടിപൊളി വൈബാണ് ഈ ഒരു ഏരിയ. വാക്കിങ്ങും നല്ല, വണ്ടിയില്ലല്ലോ, വണ്ടിയൊന്നും ഇല്ല. ജസ്റ്റ് ഫുഡും കഴിക്കാം, അഫോർഡബിളും. അവിടെ ഉണ്ട് ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫുഡ് വന്നു. അവിടെ എന്തോ നടുക്ക് ഇതുപോലെ ഒരു വാക്കിംഗ് ഏരിയ പോലെ കൊടുത്തിരിക്കുവാണ്. അതിൻ്റെ ഈ സൈഡിലും കംപ്ലീറ്റ് ഷോപ്സും ഹോട്ടൽസും എല്ലാം ആണ്. സോ വെരി കൺവീനിയൻറ്റ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഇറങ്ങിയ വൈബായിരിക്കും. ടൈം സ്ക്വയർ അറിയാതെ പറഞ്ഞതാ, നോക്ക് അവിടെ. ഓ കണ്ട പ്രിയക്ക് ഓരോ സ്ഥലത്തിന്റെ വൈബ് കറക്റ്റായി കിട്ടി. ഇത് ഐഫോണിന്റെ സൂമും അടിപൊളിയായിട്ടുണ്ട്. ടൈം സ്ക്വയർ ശരിക്കും ഒരു ടൈം സ്ക്വയറിന്റെ ഫീലിംഗ് തന്നെയാണ് ഇവിടെ. കോംപ്ലിമെന്ററി എന്താണെന്നറിയില്ല, കോംപ്ലിമെന്ററി കിട്ടിയാൽ വാങ്ങുക. എന്തോ പ്രോബയോട്ടിക് പോലത്തെ സാധനമാണ്. എന്തായാലും നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കാമല്ലോ. താങ്ക് യു. ഞാൻ എടുത്തു കേട്ടാ, അറിയില്ല. ഇത് പ്രോബയോട്ടിക് അല്ലേ, യാക്കൂട്ട്. അതിന്റെ ഒരു മിൽക്ക് ഷേക്ക് വേർഷൻ. അടിപൊളി. ഫസ്റ്റ് ഡേ വിയറ്റ്നാമിൽ എന്തെങ്കിലും ഫ്രീ കിട്ടിയ സന്തോഷം തന്നെ. വേണമെങ്കിൽ പോയി എടുത്ത നോക്കട്ടെ. നല്ലതാ. എന്താ ഇഷ്ടമായില്ലേ? അന്നിങ്ങോട്ട് തന്നോ ഒരു സോഡ മിക്സ്ഡ് ഒക്കെ ഒരു ഫ്ലേവർ. അതാ മിൽക്ക് ഷേക്ക് അടിച്ച് പതപ്പിച്ചതാ. ഇത് കണ്ട എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു. ഇതിന്റെ മുകളിലാണ് നമ്മുടെ കഫേ അപ്പാർട്ട്മെന്റ്. എൻട്രൻസ് ഇവിടെ ഉള്ള ഒരു എല്ലാ സ്ഥലത്തിനും എൻട്രൻസ് ഭയങ്കര പൊട്ടയാണ്. പഴയ ബിൽഡിംഗ് അതുകൊണ്ടായിരിക്കും. കേറി ചെല്ലുമ്പോ വേറെ ലെവല്. ഈ ലിഫ്റ്റിൽ കയറാൻ 3000 കൊടുക്കണം, അറിയോ? 3000. അപ്പൊ എല്ലാരും വിചാരിക്കും നാട്ടിലത്തെ 3000 വന്ന്. സ്റ്റെപ്പ് കയറാമെങ്കിൽ നമുക്ക് 30 രൂപ ലാഭിക്കില്ലായിരുന്നോ? 9th ഫ്ലോർ വരെ പോയാ പോരെ? നമ്മള് 30 രൂപ ലാഭിക്കായിരുന്നു. 30 രൂപ ഞാൻ തരാം അങ്ങോട്ട്. 300 രൂപ. 300 അല്ല 30. ഞാൻ അങ്ങോട്ട് 300 തരാന്ന്. സ്റ്റെപ്പ് കയറാതിരിക്കാനോ? എനിക്ക് 2000 പൈസ വേണ്ട, എനിക്ക് ലിഫ്റ്റ് മതി. ആംബിയൻസ് നോക്കാൻ പോയിട്ട് ഫുള്ളില്ലേ? വൺ സോഫയോ? പണ്ട് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇവിടുത്തെ റെസിഡൻസ് നൈസ് സ്ഥലം ഡെവലപ്പായി തുടങ്ങിയപ്പോൾ കോഫി ഷോപ്പ് തുടങ്ങി. ചെറുതായിട്ട്, ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ കോഫി ഷോപ്സ് തുടങ്ങിയിട്ട് ഈ ഏരിയ ഇപ്പോൾ കമേഴ്ഷ്യൽ ആയപ്പോൾ ഇപ്പോൾ എല്ലാം കോഫി ഷോപ്സായി. ഈ അപ്പാർട്ട്മെന്റിൽ കംപ്ലീറ്റ് 9 ഫ്ലോർ ഉണ്ട്, എല്ലാം കോഫി ഷോപ്സ്, കുറച്ച് സ്പായും. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഓൾറെഡി വരുന്ന വഴിക്കൊക്കെ കോഫി ഷോപ്പാണ്. പ്ലസ് ഇവിടെ കോഫി കൾച്ചർ ഇസ് ക്രേസി. സ്ഥലങ്ങള് ഇവര് കഫേ ഡെക്കറേറ്റ് ചെയ്യുന്ന വേറെ ലെവലല്ലേ? പുറത്തുനിന്ന് ബിൽഡിംഗ് കണ്ടാ പറയോ? അതാ, ഇത് നോക്കിക്കേ. ഇവിടെ കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് ആൻഡ് ഗ്രീനറി വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ്. ആൻഡ് മെറാക്കി കഫേ എന്നാണ് ഇത് പേര്. ഇത് ഇപ്പം ഈ ലിഫ്റ്റ് നിൽക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത് കേട്ട് നല്ല കഫേയാണ്. സോ ഇവിടെ തന്നെ നമുക്ക് ഇന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്യാം. ഇവിടെയൊക്കെ തിരിയുമ്പോൾ തന്നെ നോക്കി, ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. നോ, സച്ച് ഓൾഡ് അപ്പാർട്ട്മെന്റ്. എത്ര പഴയതാണെങ്കിലും നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ ഭംഗിയായിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പ്രിയ മോഹൻ. കേക്കട്ട് വരെ കേട്ടു. അത് കുഴപ്പമില്ല, വ്ലോഗ് കണ്ടാ മതി. എന്തേ വല്ലതും പറയണ്ടോ? This is sample of Vietnam. സാമ്പിൾ വെടിക്കട്ടുള്ളൂ. അപ്പൊ ശരിക്കുള്ള എന്തായിരിക്കും? വേറെ ലെവലാ. തൃശ്ശൂർ പൂരം എന്തായിരിക്കും? ഞാൻ കഫേയുടെ കുറച്ച് ഈസ്തെറ്റിക് ഷോട്ട്സ് എടുക്കട്ടെ, അപ്പൊ അവർക്ക് മനസ്സിലാവും വൈ സച്ച് ഇവിടെ ഒന്ന് ഇരുന്നാ റിലാക്സ്ഡ് ആയി. ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞിട്ട് പ്രിയയുടെ നഖ ഇത്രയും ഭംഗിയായി കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. കാണിച്ചേ, എന്തൊക്കെയാ അനക്കാതെ വെക്കാം, നല്ല ഫോക്കസ് ആവുള്ളൂ. നോക്ക്, ഒരു നക്ഷത്രം ഉണ്ട് ഇവിടെ. നെയിൽസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്.
ഫൈനലി ഇതേ നമ്മുടെ ഹോട്ടൽ എവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ, സൈഗോൺ പ്രിൻസ് ഹോട്ടൽ. ആൻഡ് വാട്ട് എ ലൊക്കേഷൻ ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. ഡ്രിങ്ക് എങ്ങനെയുണ്ട്? ഇതെന്തോ ഒരു ബെറി മിക്സ് ടീ ആണ്. ജെല്ലിയാണോ ഐസാണോ? കൊള്ളാം കേട്ടോ. ആൻഡ് താഴെ നമുക്ക് ഇവിടെ നിന്നുള്ള അമേസിങ് വ്യൂ കിട്ടും. ഫുൾ സെറ്റ് അടിപൊളി. സോ അത് കഫേ അപ്പാർട്ട്മെന്റ്. നേരെ വരുമ്പോൾ നമ്മുടെ ഹോട്ടൽ സൈഗോൺ പ്രിൻസ്. സോ ഹോട്ടലിൽ ഒരു ചെറിയ ടൂറും കൂടെ കാണിക്കാം. എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ വൈസ് ബെസ്റ്റ് ഹോട്ടൽ തന്നെയാണ്. സോ നമ്മുടെ റൂം ആക്ച്വലി കുറച്ച് കുളമായി കിടക്കുവാണ്. നമ്മളൊന്ന് ഉറങ്ങിയിട്ടാണ് റൂം ടൂർ കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ വൈസും ഈവൻ ഫെസിലിറ്റീസ് വൈസ് അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ് അല്ലേ? മെയിൻ ഏരിയ അല്ലേ? അതെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ലോബി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫീലാണ്. ഈവൻ കയറി വരുന്ന സ്റ്റെപ്സ് രണ്ട് സൈഡിൽ കൂടെ പാലേഷ്യൽ ഫീലാണ്. ആൻഡ് ദെൻ ഇവിടെ നമുക്കൊരു ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ലൗഞ്ച് ഏരിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആൻഡ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പൂളും ജിമ്മൊക്കെ ഉണ്ട്. നമ്മുടെ റൂമിൽ നിന്നുള്ള നമ്മുടെ കോറിഡോറിനുള്ള വ്യൂ ആണ്. നേരെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. വെരി നൈസ്. പഴയ 5 സ്റ്റാർ ഹോട്ടലാണ്. ആ, വേറെന്തോ പേരായിരുന്നു ഇത്. ഇപ്പോഴാണ് സൈഗോൺ പ്രിൻസ് ഹോട്ടൽ ആക്കിയത്. നമ്മുടെ റൂം നമ്പർ 713 ആണ്. നോക്ക്, ലൈറ്റ്സും എല്ലാം കണ്ടാലും ഇറ്റ്സ് വെരി നൈസ്. നോ, വെരി എസ്തെറ്റിക്. റൂം സ്പേഷ്യസ് ആണ്, പഴയതാണ് പക്ഷെ ക്ലീൻ ആണ്. റൂം നമ്പർ 713 പഴയ നെയിം ബോർഡാണ്. വെൽക്കം ടു സൈഗോൺ പ്രിൻസ് ഹോട്ടൽ. കറക്റ്റ് അല്ലേ? കറക്റ്റ്. വിയറ്റ്നാം. യെസ്. അപ്പൊ നമ്മുടെ റൂം മെസ്സി ആയിട്ട് കിടക്കുകയാണ്. രാവിലെ വന്നതാണ്. അപ്പൊ യൂസ്ഡ് ലുക്കേ ഉണ്ടാവുള്ളൂ. കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അതിനകത്ത് എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. വിത്ത് ലോക്കർ, പെട്ടിയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. സ്ലിപ്പേഴ്സ്, ഹെയർ ഡ്രയർ ഒക്കെ. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കെറ്റിലും അതൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. നമുക്കപ്പോൾ തൊട്ട് സൈഡിൽ 7-Eleven ഉണ്ട്. സോ അവിടെ പോകണമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് ദെൻ വലിയൊരു കംഫർട്ടബിൾ ബെഡ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ ഹോട്ടൽ വിത്ത് വെരി വെൽ മെയിൻറ്റെയിൻ. അങ്ങനെ എനിക്ക് പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഒരു ഫ്ലാറ്റ് TV, കംപ്ലീറ്റ് ഒരു വുഡൻ ഇന്റീരിയർ ഫിനിഷ് ആണ്. പിന്നെ ഇവിടുത്തെ വ്യൂ ഞാൻ കണ്ടിട്ടില്ലല്ലോ. തുറന്നു നോക്ക്. നേരെ നമ്മുടെ കഫേ അപ്പാർട്ട്മെന്റ് ഇവിടുന്നുള്ള വ്യൂ. അതാ പറഞ്ഞേ, ഇതേ കാട്ടി യു കനോട്ട് ആസ്ക് ഫോർ എ ബെറ്റർ ലൊക്കേഷൻ ദാൻ ദിസ്. ലൊക്കേഷൻ ആണ് എല്ലാം ഇതിന്റെ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഹാപ്പനിങ് ആണ് കേട്ടോ. രാത്രി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഇൻ ദ ഹാർട്ട് ഓഫ് എവറിത്തിങ്. ടൈം സ്ക്വയർ. അതെ. ആൻഡ് ദെൻ ഫൈനലി ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സോ ഇത് ഒരു നല്ല ടോയ്ലറ്റ്, അതിൻ്റെ കൂടെ എൽത്തോസ് ഉണ്ട്. വെരി ക്ലീൻ ബിഗ് ബാത്റൂം വിത്ത് ഒരു സെപ്പറേറ്റ് ഷവർ ഏരിയ. സോ ഇതാണ് നമ്മുടെ റൂം. ഫസ്റ്റ് ഡേ ഇൻ വിയറ്റ്നാം കുറച്ച് ഹെക്ടിക് ആയിരുന്നു. ബട്ട് ദെൻ ട്രാവൽ വാസ്, നമ്മൾ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതായിരുന്നു ഭയങ്കര ഹെക്ടിക്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കുറേയും കൂടെ കവർ ചെയ്യായിരുന്നു. പാലസും അതൊക്കെ കാണിക്കായിരുന്നു. അത് പക്ഷെ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടുത്തെ തിരക്ക് കാണിക്കാൻ പറ്റാത്തത്. ഞാൻ ചെറിയ അൺബിലീവബിളി ക്രൗഡ്. അതെ, അല്ല ഭയങ്കര സ്ലോ നമ്മൾ എമിഗ്രേഷനിൽ നിന്നു. ഭാഗ്യം സ്കൂട്ടർ പെട്ടി ഉള്ളതുകൊണ്ട് വേദൂന് ഇരിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഷോപ്പിങ്ങും ബാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ, സൈറ്റ് സീയിങ് അല്ല എന്റർടൈൻമെന്റ് ഉള്ള രീതിയിലുള്ള വ്ളോഗ് കാണിക്കാം. പറ്റുമെങ്കിൽ ആ ടെഡി ബെയർ കഫേയിലും കൂടെ ഒന്ന് പോകണം. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലസ് വേറെ കുറച്ച് പിന്നെ ഷോപ്പിംഗ് വേണ്ടേ, ഹോച്ചിമിൻ വന്ന ഷോപ്പിംഗ് വേണ്ടേ. സോ അതൊക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.